എന്തായാലും കൊള്ളാം. നല്ല കളർഫുള്ളായിട്ട് കാണുമ്പോൾ നമുക്ക് ഒരു സന്തോഷമുണ്ടല്ലോ. ഒന്ന് വളർന്നു വരുമ്പോൾ അല്ലെങ്കിൽ ഒരു വളർച്ച കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. മക്കളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. മക്കളുടെ കൂട്ടുകൂടാൻ ആരും മറന്നു പോയത് മക്കളെ, എല്ലാവരും കൂട്ടുകൂടണം. തിരിച്ചും മക്കളെ പറയത്തില്ല. നമുക്ക് പുതിയ നമ്മുടെ വീഡിയോ മക്കളെ എന്താണെന്നറിയാമോ, നമ്മൾ നമ്മുടെ പൂച്ചെടികളെല്ലാം ഒന്ന് റെഡിയാക്കി വെക്കണം. അതിനുള്ള പരിപാടികളാണ്. ഇപ്പോൾ പോട്ടിംഗ് മിക്സ് എല്ലാം കൂടെ ഞാൻ വണ്ടി ഉള്ളതുകൊണ്ട് എൻ്റെ മക്കളെ വലിയ ഉപകാരം. ഇപ്പോൾ ഇട്ടിരിക്കുന്നത് മിറക്കിൾ ഗ്രോ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അതും ഇതിനകത്തിട്ട് മിക്സ് ചെയ്ത് പോട്ടിംഗ് മിക്സ് പഴയതും പുതിയതും എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് ഞാനിപ്പം ഹാങ്ങിങ് ചെയ്യുന്ന ചട്ടിയിലോട്ടാണ് എല്ലാം നിറയ്ക്കാൻ പോകുന്നത്. എല്ലാം നിറച്ചിട്ട് ഒരു 2-3 വെറൈറ്റി ചെടികളുണ്ട്. കുറച്ച് ഞാൻ വിത്ത് പാകിയും വെച്ചിട്ടുണ്ട്. ആദ്യം നമ്മുടെ കയ്യിലുള്ള പെറ്റൂനിയ ഞാൻ റെഡും വൈറ്റും വാങ്ങിച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിൽ നേരത്തെ ഉള്ളത് പിങ്ക് യെല്ലോ എല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്തിടാൻ വേണ്ടിയിട്ടാണ്. ആദ്യം നമ്മൾ മണ്ണെല്ലാം കൂടെ ഇതിനകത്തിട്ട് റെഡിയാക്കി വെക്കണമല്ലോ. റെഡിയാക്കി വെച്ചിട്ടല്ലേ നമുക്ക് ചെടി അതിൽ നടാൻ പറ്റത്തുള്ളൂ. എപ്പോഴും ചെടി നടുമ്പം 3/4 ഭാഗമേ വെക്കാവൂ. അതിൽ കൂടുതൽ മണ്ണിടരുത്. കാരണം വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ തെറിച്ചങ്ങ് പോകും. ഇത് ചട്ടിയല്ലേ. അതുപോലെ ചട്ടിയുടെ അടിയിൽ വെള്ളം പോകാനുള്ള കിഴുത്തി ഉണ്ടെങ്കിൽ അതിന് വലിയ കിഴുത്തിയാണെങ്കിൽ അതിനൊരു പ്ലേറ്റ് മാതിരി ഒന്ന് കിട്ടും. അല്ലെങ്കിൽ അതിനകത്ത് വല്ല കരിയിലോ പുല്ലോ എന്തെങ്കിലും വാങ്ങിച്ചിട്ടാൽ മതി. ഞാൻ പ്ലേറ്റ് ഉണ്ട്, ചിലതിനൊന്നുമില്ല. ഇതാണ് നമ്മുടെ പെറ്റൂനിയ റെഡ് കളറ്. അതാണ് വാങ്ങിച്ചിരിക്കുന്നത് നമ്മളിപ്പം. അപ്പോൾ അതാദ്യം അങ്ങോട്ട് വെക്കുവാണ്. ഇത് ഓരോ ചട്ടിയിലും ഓരോ ചെടിയും വെച്ചിട്ട് പിന്നെ നമ്മൾ വിത്തും അതിൻ്റെ സൈഡിൽ വരച്ച് വെക്കുന്നുണ്ട്. അതും കൂടെ വരച്ചിട്ട് വേണം നമ്മൾ ഈ ചെടികളെല്ലാം വെക്കാൻ. അന്നേരം നമുക്ക് ഇത് വളർന്നു വന്ന് വലുതാകുന്നുണ്ട്. പൂ വന്നുകൊണ്ടേ ഇരിക്കും, മറ്റേതും അടുത്ത റൗണ്ടിൽ വന്നുകൊണ്ടേ ഇരിക്കും. അപ്പം ഇങ്ങനെ എല്ലാം കളറും കൂടെ മിക്സ് ആയി നിൽക്കുമ്പോഴാണ് സൂപ്പറായിരിക്കും. ഇപ്പം ഞാനിതെല്ലാം മിക്സ് ചെയ്ത് വെക്കാൻ പോകാമെന്ന്. റെഡും വൈറ്റും എല്ലാം കൂടെ റെഡിയാക്കി വെച്ചിട്ട് നിങ്ങളിപ്പോൾ കാണിക്കാം. ഞാൻ ഇത് സമ്മറായി കഴിഞ്ഞാൽ പിന്നെ ഉള്ള പറയാമല്ലോ, അമ്മക്കളിക്ക് ഒട്ടും സമയമില്ല. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കൃഷിപ്പണികളും പിന്നെ വീട്ടിലെ കാര്യങ്ങൾ, കുഞ്ഞിൻ്റെ കാര്യം, പിന്നെ എല്ലാം പണിയുണ്ടല്ലോ. നമ്മുടെ ചാനലിൻ്റെ കാര്യം നോക്കണം. എല്ലാ കാര്യങ്ങളും നോക്കി വരുമ്പോഴത്തേക്ക് ഒട്ടും സമയം കാണത്തില്ല. എന്നാലും എല്ലാം ഞാൻ ചെയ്യും കേട്ടോ. എല്ലാ സമയത്തിനനുസരിച്ച് ചെയ്തിരിക്കും. ഇത് ഇടയ്ക്ക് 2 ദിവസം വെയിൽ വന്നപ്പോഴാണ് ഇതെല്ലാം ഒന്ന് വെയിലോട്ട് കൊണ്ടുവന്ന് വെച്ചത്. പക്ഷേ ഇതിപ്പോൾ നട്ടാലും നമ്മൾ ഉടനെ വെയിലത്തെടുത്ത് വെക്കാനും പറ്റത്തില്ല. കാരണം ഉടനെ വെച്ചാൽ വാടിപ്പോവും. എപ്പോഴും ചെടിയോ പച്ചക്കറിയോ എന്ത് നട്ടാലും നമ്മൾ 2 ദിവസം നിഴൽ കിട്ടത്തക്കോലെ വെക്കണം. വെച്ചിട്ടേ നമ്മൾ വെളിയിൽ കൊണ്ട് വെക്കാവൂ. അതിന് മുമ്പ് വെളിയിൽ കൊണ്ട് വെക്കരുത്. അപ്പോൾ ചെടി വാടിപ്പോവും. അപ്പോൾ ഇത് വെള്ള കളറാണ് വെക്കുന്നത് അടുത്തത്. അപ്പോൾ വെള്ള, ചുമന്നത്, മഞ്ഞ, പിങ്ക്, പർപ്പിള് ഇതെല്ലാം മിക്സായിയാണ് ഞാനിപ്പോൾ വെക്കാൻ പോകുന്നത്. ഇപ്പം എല്ലാ പരിപാടിയും നമ്മുടെ റെഡിയാക്കി ചെടികളെല്ലാം നട്ടു. നമ്മുടെ ഹൈട്രാഞ്ചിയ ഇതൊരു 3-4 കളർ മാറി മാറി വരും. ഇപ്പോൾ ഇത് പിങ്കിൽ നിൽക്കുന്നു. അടുത്തതൊരു പർപ്പിൾ വയലറ്റ് കളറിൽ മാറുന്നുണ്ട്. അതിങ്ങനെ 2-3 കളർ മാറി വരും. ഇത് ഞാനിനി നിലത്തോട്ട് വെച്ചിട്ടില്ല, ചട്ടി തന്നെ ഇരിക്കുവാണ്. ഇത് വേറൊരു ഇടം സെറ്റ് ചെയ്ത് കറക്റ്റാണ് വെക്കണം. മഴ ആയതുകൊണ്ട് അങ്ങനെ വെളിയിൽ ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ഇത് അടിപൊളി കളറാണ് കേട്ടോ, സൂപ്പർ. ഇപ്പം നമ്മുടെ പൂച്ചെടികളെല്ലാം നമ്മൾ ഹാങ്ങിങ് ചെയ്യുന്ന ചട്ടിയിൽ നീറ്റാ വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ബാക്കിയെല്ലാം കൂടെ ഞാൻ കാണിക്കാം അപ്പം കേട്ടോ. അപ്പോൾ ഇത്രയും ചെടികളെല്ലാം ഞാൻ വെച്ചു. പൂവുള്ളതും പൂവില്ലാത്തതും ഒക്കെ വെച്ചിട്ടുണ്ട്. കൂടുതലും പെറ്റൂനിയാണ് വെച്ചിരിക്കുന്നത്. പെറ്റൂനിയുടെ കൂട്ടത്തിൽ ഞാൻ വിത്ത് ഇട്ടിട്ടുണ്ട്. കാര്യം അതും കൂടെ കിളിച്ച് വന്നോട്ടെ. ഇത് പൂ വന്ന് നിറയുമ്പോഴത്തേക്ക് അടുത്തതിനും കൂടെ വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് അത് വേറെ കളർ, പിങ്ക്, യെല്ലോ അങ്ങനെയുള്ള കളർ. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ടുണ്ട്. പെറ്റൂനിയമുണ്ട്, ജെറേനിയമുണ്ട്. ജെറേനിയം ഏതാണെന്നറിയാമോ? ഇതാണ് ജെറേനിയം. ഇത് റെഡ് കളറാണെന്ന് തോന്നുന്നു. ഇതും പല കളറുണ്ട്. പക്ഷേ എനിക്ക് ഒരു കളർ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ഞാൻ മണ്ണെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ചെടി കിളുക്ക് അതിനകത്തോട്ട് വെക്കണം. എല്ലാത്തിലും ഞാൻ ഈ ഒരു സംഭവം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ കിടക്കുന്ന സംഭവമാണ്. നല്ല രസം അത് കാണാൻ. നല്ല ലൈറ്റ് യെല്ലോ, എന്താ ഫ്ലൂറസിൻ ഗ്രീൻ എല്ലാത്തിലും ഞാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ ഹാങ് ചെയ്യുമ്പോൾ അതിങ്ങനെ ഞാൻ കിടന്നോളൂ. പൂവൊന്നും വരത്തില്ല. വർഷം തന്നെ വന്നോളൂ. നമ്മൾ പിന്നെ ഓരോ വർഷം വെച്ചിട്ടിരിക്കണം. അപ്പോൾ അതും ഞാൻ വെച്ചിട്ടുണ്ട്. ചെറിയ ചട്ടികളെല്ലാം ഓരോ ഇനമാണ് വെച്ചിരിക്കുന്നത്. കൂടെ പെറ്റൂനിയ വിത്തിട്ടിട്ടുണ്ട്. പിന്നെ വേറൊരു ഇനം. ഇത് നല്ല രസം. അതിൻ്റെ പൂക്കാണ്, കുഞ്ഞു പൂവാണ്. വയലറ്റ്, ഹാഫ് വൈറ്റ്, യെല്ലോ 3 കളർ എനിക്കുണ്ട്. ഇപ്പോൾ ഇത് ഏത് കളറാണെന്ന് അറിയത്തില്ല. അപ്പോൾ എല്ലാം വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇപ്പോൾ നമുക്ക് ഇനി ഹാങ് ചെയ്യണം. പക്ഷേ 2 ദിവസം മഴ അതുകൊണ്ട് വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെ അകത്ത് തന്നെ ഞാൻ വെച്ചിരിക്കുക. എടുത്തുകൊണ്ട് വെച്ചില്ല. വെയിൽ വന്നിരുന്നെങ്കിൽ പെട്ടെന്നൊന്നും കയറി വന്നേനെ. ഇതാണ് നമുക്ക് ചെടിയുടെ സംഭവങ്ങളെല്ലാം ഇപ്പോൾ റെഡിയാക്കിയിരിക്കുന്നത്. ഇതാണ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരിക്കും. നിങ്ങളെല്ലാവരും അമക്കളെ പ്രതീക്ഷിച്ചിരിക്കണം. ലൈക്കും ഷെയറും കൂട്ടും കൂടാനും മറന്നു പോകരുത് കേട്ടോ. പ്രതീക്ഷിച്ചിരിക്കണേ.